അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. പ്രിയപ്പെട്ടവരെ, വക്കാലത്താണല്ലേ. വക്കാലത്തിൽ വക്കീലിനെ നീക്കം ചെയ്തിട്ടുണ്ട്, അയാൾ ഇടപാട് നടത്തുന്നതിന് മുമ്പ് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് വക്കീലും, അല്ല ഞാൻ ഇടപാട് നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് നീക്കം ചെയ്തത് എന്ന് വക്കീലും പറയുന്ന സാഹചര്യത്തിലുള്ള മസ്അല. ഇദ്ദ കഴിയുന്നതിന് മുമ്പ് മടക്കിയെടുത്തിട്ടുണ്ടോ, ഇദ്ദ കഴിഞ്ഞതിന് ശേഷമാണോ മടക്കിയെടുത്തിട്ടുള്ളത് എന്ന തർക്കം പോലെയാണ്. അത് റജാഅത്തിൻ്റെ പാഠത്തിൽ ത്വലാഖ് കഴിഞ്ഞാൽ മടക്കിയെടുക്കുന്നൊരു പാടുണ്ട്, റജാഅത്ത്. അതിലാണ് പറയുന്നത്. അതായത് രണ്ടുപേരും ഇദ്ദ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുണ്ട്, ഒരു ഉദാഹരണം പറയാം, ഒരു വെള്ളിയാഴ്ച ഇദ്ദ കഴിഞ്ഞിരുന്ന രണ്ടാളും പറയുന്നത്, രണ്ടാൾ യോജിക്കുന്നുണ്ട്. ഭർത്താവ് പറയാണ് ഞാൻ വെള്ളിയാഴ്ച എന്തായിട്ടുണ്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഭാര്യ പറയാണ് അല്ല നിങ്ങൾ ശനിയാഴ്ച വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടാണ് മടക്കിയെടുത്തത്. അവ കൂട്ടൂലല്ലോ, അവിടെ ഭാര്യനെ വാസ്തവമാക്കപ്പെടണമെന്നാണ്. ഇനി അപ്പം മടക്കിയെടുത്ത് ഇതാ കഴിഞ്ഞത് വെള്ളിയാഴ്ചയാണ് എന്നുള്ളത് യോജിച്ചു, മടക്കിയെടുത്തത് എപ്പോഴാണെന്നുള്ള തർക്കം. ഇനി മടക്കിയെടുത്തത് വെള്ളിയാഴ്ചയാണെന്ന് രണ്ടാൾ യോജിക്കുന്നുണ്ട്, മടക്കിയെടുത്തത് വെള്ളിയാഴ്ചയാണ്. ഭാര്യ പറയണത് ഇനി വ്യാഴാഴ്ചൻ്റെ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട്, അയാൾ പറയാണ് അല്ല ശനിയാഴ്ചയാണ് കഴിഞ്ഞത്, അപ്പം മടക്കിയെടുത്തത് ശരിയാണ്. അവിടെ ഭർത്താവിൻ്റെ വാദം സ്വീകരിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അത് ഈ പറയുന്നതൊക്കെ ഈ ഗർഭം തുടങ്ങിയ കാര്യങ്ങളിലല്ല കേട്ടോ, മാസങ്ങളെ കൊണ്ടുള്ള ഇദ്ദയിലൊന്നുമല്ല. മാസങ്ങളെ കൊണ്ടുള്ള ഇദ്ദയിലൊക്കെ ഈ അയല് ശുദ്ധി തുടങ്ങിയ അയലും ശുദ്ധി കൊണ്ടുള്ള ഇദ്ദയിലാണ് ഈ പറയുന്നത്. അതേസമയത്ത് ഗർഭം മാസം കൊണ്ടുള്ള ഇദ്ദൊക്കെ ഉണ്ടാവുമല്ലോ അയലും ഉണ്ടാകാത്തവർക്ക്, അവിടെ പെണ്ണിൻ്റെ വാദം തന്നെയാണ് സ്വീകരിക്കുക. ശരി, അതുപോലെയാണ് ഇവിടെ. കൈകാര്യം ചെയ്തതിന് ശേഷമാണ് മടക്കിയെടുത്തത് എന്നാണ് പറയുന്നതെങ്കിൽ അസൽ ചെയ്തു എന്ന് യോജിക്കുന്നുണ്ട്. അപ്പം ദഅവ സൗജി തഖദ്ദുമ റജാഅത്തി അലൻഖിളാഇൽ ഇദ്ദത്തി, ഇദ്ദ കഴിയുന്നതിന് മുന്നേ മടക്കിയെടുക്കൽ നടന്നിട്ടുണ്ട് എന്ന് ഭർത്താവ് വാദിച്ചാൽ അതുപോലെയാണ് അവിടെ. ഇദ്ദ തന്നെ മടക്കിയെടുത്തിട്ടുണ്ട്, അവിടെ ഭാര്യൻ്റെ വാദമാണല്ലോ സ്വീകരിക്കുക, മടക്കിയെടുക്കാതിരിക്കലാണ് അസ്ലി എന്നാണ് അവിടെയൊക്കെ പറയുന്നത്. ശരി, അപ്പോൾ നമുക്ക് തൽക്കാലം അടുത്ത വിഷയത്തിലേക്ക് നീങ്ങാം. അതുപോലെ വലു തസർ അസ്ലി ചെയ്തതിന് ശേഷം തന്നെ വക്കാലത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എന്നറിയാതെ ഒരാൾ ഇടപാട് നടത്തി, മുവക്കിലിൻ്റെ സ്വത്തിൽ ഇടപാട് നടത്തിയാൽ ആ ഇടപാട് ബാത്തിലാണ്. ആ സ്വത്ത് കൈകാര്യം ചെയ്ത വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് ഉത്തരവാദിയാകും. ഇവിടെ മുവക്കിലിൻ്റെ സ്വത്ത് കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഇനി അവൻ്റെ ഉത്തരവാദിത്തത്തിലാണ് വാങ്ങിയത് എങ്കിലോ ആ കച്ചവടം അവന് മാത്രം, ആ വക്കീലിനുള്ള കച്ചവടമായിട്ടാണ് മാറുക, മുവക്കിലിൻ്റെ കച്ചവടമാവില്ല. വലോ തസറഫ വക്കീലുൻ ഔ ആമിലുൻ, വക്കീലോ ആമിൽ പറഞ്ഞാൽ അടുത്ത് പറയുന്ന ഖിറാദിൻ്റെ പാഠത്തിലെ ജോലിക്കാരൻ്റെ പേരാണ് ആമിൽ. അവർ രണ്ടുപേരും കൈകാര്യം ചെയ്തു ബാദൻ ഇസാലിഹി, വക്കാലത്തിൽ നിന്ന് നീങ്ങിയ അതിൽ നിന്ന് ഭ്രഷ്ടനായതിന് ശേഷം, നീക്കം ചെയ്യപ്പെട്ടതിന് ശേഷം കൈകാര്യം ചെയ്തു. ജാഹിലൻ, തന്നെ അസ്ലി ചെയ്യപ്പെട്ടിട്ടുണ്ട്, തന്നെ വക്കാലത്തിൻ്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നറിയാതെ അവിടെ എന്തിനാണ് കൈകാര്യം ചെയ്തത്? ഫി ഐനി മാലി മോക്കിൽ, മോക്കിൽ ഏൽപ്പിച്ച അതേ സ്വത്തിൽ കൈകാര്യം നടത്തിയാൽ ബത്തല, ഇടപാട് ബാത്തിലാണ്. വലമിനഹ ഇൻ സല്ലമഹ, അത്
താൻ ഇടപാട് നടത്തിയ വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയാകും. പകരം മുവക്കിലിന് പൈസ കൊടുക്കണം. ഔ ഫി ദിമ്മത്തിഹി, അല്ലെങ്കിൽ വക്കീലിൻ്റെ അല്ലെങ്കിൽ ആമിലിൻ്റെ ദിമ്മത്തിൽ വക്കീലിൻ്റെ പൈസ അവിടെ ഉണ്ട്, ഇവൻ തൽക്കാലം ഇവൻ്റെ പൈസ എടുത്തിട്ടാണ് കൈകാര്യം ചെയ്തത്, അവന് വേണ്ടിയെങ്കിൽ ഇൻ അഖദലഹു, അത് വക്കീലിന് വേണ്ടിയുള്ള ഇടപാടായിട്ട് ശരിയാവുകയും ചെയ്യും. ഇനിയൊരു മസല, വക്കീലിനോട് പറഞ്ഞു എൻ്റെ ഉത്തരവാദിത്തത്തിൽ എനിക്ക് വേണ്ടി നീ ഒരു അടിമനെ വാങ്ങുക, ഒരു പുസ്തകം വാങ്ങുക എന്ന് പറഞ്ഞു. അയാൾ ചെയ്തു. അവിടെ ഇടപാട് ആർക്ക് തന്നെയാണ്? ഏൽപ്പിച്ച വ്യക്തിക്ക് വേണ്ടി തന്നെയാണ് ആ പുസ്തകം വാങ്ങിയിട്ടുള്ളത്. അവിടെ ഇതുവരെ പറഞ്ഞ മസല തന്നെയാണ് ഇപ്പോൾ ഇത്. ഇവിടുത്തെ മസലേൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങളെനിക്ക് ഒരു 100 രൂപ തരാനുണ്ട്. നിങ്ങളെനിക്കൊരു 100 രൂപ തരാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്ത് ചെയ്യും, എനിക്ക് വേണ്ടി ഒരു 100 രൂപയ്ക്ക് ഒരു പുസ്തകം വാങ്ങിക്കൊണ്ടുപോകാൻ നിൻ്റെ ഉത്തരവാദിത്തത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയാണ് ആ 100 രൂപ കൊടുത്തിട്ട് അയാൾ പുസ്തകം വാങ്ങിയതെങ്കിൽ അയാൾ പിന്നെ എനിക്ക് 100 രൂപ തരേണ്ടതില്ല. കാരണം അയാൾ എനിക്ക് പൈസ തരാനുള്ളതാണ്, അയാൾ ഉത്തരവാദിത്തത്തിൽ ഞാൻ 100 രൂപയ്ക്ക് പുസ്തകം വാങ്ങാൻ പറഞ്ഞതാണ്, അയാൾ വാങ്ങി. ആ പുസ്തകം എനിക്കാണ്, കടം വീടുകയും ചെയ്യും. ലോ ഖാലലി മദീനി, ഒരാൾ തൻ്റെ കടക്കാരനോട് പറഞ്ഞാൽ ഇസ്തരിലി അബുദൻ, നീ എനിക്ക് വേണ്ടി ഒരു അടിമനെ വാങ്ങൂ, ബിമാഫി ദിമ്മത്തിക്ക, നിൻ്റെ ഉത്തരവാദിത്തത്തിൽ വില നൽകിക്കൊണ്ട്, ഫഫാല, അയാൾ അത് ചെയ്യുകയും ചെയ്താൽ സ്വഹ, ആ വാങ്ങൽ ശരിയാകും, മുവക്കിലിന് വേണ്ടിയുള്ള വാങ്ങലായിട്ട് സ്വഹിയാകും. ഒബരിയൽ മദീനു, കടക്കാരൻ ഉത്തരവാദിയാവുകയും ചെയ്യും. വൈൻ തലിഫ, ആ സാധനം ഇനി നശിച്ചാലും, കാരണം ഇപ്പോൾ അത് എനിക്ക് വേണ്ടിയാണല്ലോ വാങ്ങിയത്, അപ്പോൾ എനിക്കിനി പൈസ തരണ്ട, അയാൾക്ക് പൈസ നിർബന്ധമല്ല. ജഹി, പ്രബലമായ അഭിപ്രായത്തിൽ. മറ്റൊരു മസല, എനിക്ക് പൈസ തരാനുള്ള ഒരാൾ, ഒരു 1000 റുപ്യ തരാനുള്ള ഒരാളോട്, അയാൾക്ക് മദീൻ എന്ന് പറയാം, മദീൻ, കടം നൽകപ്പെട്ട വ്യക്തി, ആ എത്തീം കുട്ടികൾക്ക് എല്ലാ ദിവസവും ഒരു 100 രൂപ വീതം ചിലവഴിക്കൂ എന്ന് പറഞ്ഞു. എനിക്ക് 1000 റുപ്യ തരാനുണ്ട്. അങ്ങനെ അയാൾ 100 റുപ്യ വീതം 10 ദിവസം ചിലവഴിച്ചു. 1000 റുപ്യ തീർന്നാൽ എനിക്ക് പൈസ തരണ്ട. കൃത്യമല്ലേ? വലോ ഖാല, ഒരാൾ പറഞ്ഞൊരു മദീനിഹി, തൻ്റെ കടക്കാരനോട്, അംഫിഖ്, നീ ചിലവഴിക്കൂ, അലൽ യത്തീമിൽ ഫുലാനിയി, ഒരു പ്രത്യേക യത്തീമിനെ പറഞ്ഞിട്ട്, ഇന്ന യത്തീമിന് നീ ചിലവഴിക്കൂ, കുല്ല യൗമിൻ ദിർഹമൻ, ഓരോ ദിവസവും ഓരോ വെള്ളി നാണയം. എന്തിൽ നിന്ന്? മിൻ ദൈനില്ലദീ അലൈക, നീ നൽകാനുള്ള, അലൈക്കാന, നീ എനിക്ക് നൽകാനുള്ള കടത്തിൽ നിന്ന്. ഫഫഅല, അയാളത് ചെയ്താൽ സ്വഹിയാകും. ഒബരി, ആ കടത്ത് ബാധ്യതയിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യും. അലാ മഖാല ബഅ്ദുഹും, ചില പണ്ഡിതന്മാർ പറഞ്ഞത് പ്രകാരം. ഇതിനോട് സമാനമായ മസല ഖാദി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അതെന്താ? എനിക്കൊരു 1000 രൂപ നിങ്ങൾ തരാനുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നീ എനിക്ക് തരാനുള്ള 1000-ന് പകരം നീ ഒരു ചാക്ക് അരി വാങ്ങിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അയാൾ ഒരു ചാക്ക് അരി വാങ്ങി 1000 രൂപയും കൊടുത്തു. ആ ഒരു ചാക്ക് അരിയും കയ്യിൽ വെച്ചു. പക്ഷേ വരുന്ന വഴിക്ക് നശിച്ചു പോയി. അവിടെ എനിക്ക് വേണ്ടിയാണ് ആ വാങ്ങിയത് എന്നതിനാൽ നശിച്ചതിന് ഉത്തരവാദി ഞാനാണല്ലോ. വക്കീലിൻ്റെ വീഴ്ച കൊണ്ട് ഇയാൾ നശിപ്പിച്ചതല്ലല്ലോ. അതുകൊണ്ട് അയാൾ എനിക്ക് തരാനുള്ള കടം വീടിയിട്ടുണ്ട്, ഇനിയൊന്നും തരണ്ട. ഈ അഭിപ്രായത്തിനോട് യോജിച്ചൊരഭിപ്രായമാണ് ഇപ്പോൾ ഈ മുകളിൽ പറഞ്ഞത്. യുവാഫിഖു, ഇതിനോട് യോജിക്കുന്നുണ്ട് ഖൗലുൽ ഖാദി, ഇമാം ഖാദി ഹുസൈൻ റഹിമഹുല്ലയുടെ ഒരു ഖൗല്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? റഹിമഹുല്ലാഹു വനഫഅനാ ബിഹി, ലൗ അമറ മദീനഹു, ഒരാൾ തൻ്റെ കടക്കാരനോട് കൽപ്പിച്ചു, ഐ യസ്തരിയ ലഹു, അവന് വേണ്ടി വാങ്ങിക്കൊണ്ടുവരാൻ, ബിദൈനിഹി, അവൻ കൊടുക്കാനുള്ള കടത്തിന്, ത്വാമൻ, ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഫഫഅല, അയാളത് ചെയ്തു. വദഫസ്തമന, വില നൽകുകയും ചെയ്താൽ, ഖബദത്താമ, ഭക്ഷണം വാങ്ങുകയും ചെയ്താൽ, അങ്ങനെ ഇയാൾക്ക് കൊണ്ടുകൊടുക്കുമ്പോൾ ഫത്തലിഫ ഫിയദിഹി, ഇയാളെ കയ്യിൽ വെച്ച് നശിച്ചാൽ, ബരി അമിനദ്ദൈനി, അയാൾ കടത്തിൽ നിന്ന് ഒഴിവാകുന്നതാണ്, അയാൾ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്നതാണ്.
ഞാൻ നിങ്ങളോട് കുറച്ച് പൈസ തന്നിട്ട് മറ്റൊരു മസാല, ഇന്ന നാട്ടിൽ പോയിട്ട് നീ എന്ത് ചെയ്യുക, ഈ സാധനം പോയി വിറ്റ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വിൽക്കാൻ വേണ്ടി അറിഞ്ഞ ആൾ വിറ്റു. എന്നിട്ട് പറഞ്ഞ് വിറ്റിട്ട് അതിൻ്റെ വില കൊണ്ട് നീ ഒരു പുസ്തകം, ഒരു അടിമനെ വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഈ പൈസ വേറെ ആളടുത്ത് എവിടെയെങ്കിലും സൂക്ഷിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ നാട്ടിലെവിടെയെങ്കിലുമൊക്കെ സൂക്ഷിക്കാൻ പറ്റുമോ പറ്റൂല എന്നാ? പറ്റും. എന്താ പറ്റുമെന്ന് പറയാൻ കാരണം ഇയാൾക്കൊരു ബാധ്യത ഒന്നുമില്ലല്ലോ. ഇപ്പോൾ ഇത് വാങ്ങാൻ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അങ്ങനെ പൈസ വല്ലതും സൂക്ഷിച്ച് വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ആരും ഉത്തരവാദിയാവില്ല, വക്കീൽ ഉത്തരവാദിയാവില്ല. പിന്നെ സൂക്ഷിക്കുന്നത് വിശ്വസ്തനായ ആളുടെ അടുത്തായിരിക്കണം എന്നുള്ളത് അറിയാം, ഉറപ്പാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ അയാൾ വഞ്ചനയും ചതിയൊന്നും നടത്തിയിട്ടില്ല, അയാളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുമില്ല. മാലിക്കാണ് അയാളുടെ സമ്പത്തിനെ അപകടപ്പെടുത്തിയത്. കാരണം ഇയാൾക്ക് ഏൽപ്പിച്ചതുകൊണ്ട് അത് നഷ്ടപ്പെടും, ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ വരും. അതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം വക്കാലത്താക്കുന്നത്. അപ്പോൾ ഇയാളോട് വിൽക്കാൻ ഏൽപ്പിച്ചു, എന്നിട്ട് അടിമനെ വാങ്ങാനും പറഞ്ഞു. ഇയാൾക്കിപ്പോൾ ഈ പണിയൊക്കെ പാടെ ചെയ്യൽ നിർബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല. അടിമനെ വാങ്ങൽ നിർബന്ധമില്ല. ഇനി വാങ്ങി നിൽക്കുക എന്നാൽ തന്നെ ഇതിവിടെ കൊണ്ടുകൊടുക്കലും നിർബന്ധമൊന്നുമില്ല, വാങ്ങാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ എന്ത് ചെയ്യുക, അടിമനെ സൂക്ഷിക്കാം, ഞാൻ അടിമനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, നിങ്ങളെടുത്തോ എന്ന് പറയാം. നോക്കൂ, വലവ് ഖാലി വക്കീലി, ഒരാൾ തൻ്റെ വക്കീലിനോട് പറഞ്ഞു, ഹാദിഹി, ഈ വസ്തു നീ വെക്കുക, ബി ബലദി കഥ, ഇന്ന നാട്ടിൽ. അങ്ങനെ വസ്തരി ലി ഇസ്തറായസ്തിരി നമ്മളാണ്, നീ എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുപോവാ, ബി സമനി, അതിൻ്റെ വിലക്ക് തിന്നൻ, ഒരടിമനെയും വാങ്ങുക എന്ന് പറഞ്ഞു. രണ്ട് പണിയാണുള്ളത്, വിൽക്കാനും വാങ്ങാനും. അങ്ങനെ ചെയ്താൽ ജാസലഹു, അവൻ അനുവദനീയമാണ്, ഈദാഉഹ, അതിനെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കൽ. വദിയഅത്ത് എന്ന് പറയും, സൂക്ഷിപ്പ് സ്വത്തിനെ പറയാം. ഔദാ എന്നാണ് സൂക്ഷിച്ചു, ഔദാ യൂദി ഈദാ, വഴിയിൽ സൂക്ഷിക്കാം. അവിൽ മഖ്സദി, അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ സൂക്ഷിക്കാം. ആരടുത്ത്? ഇന്ദ അമീനിൻ, ഒരു വിശ്വസ്തനായ വ്യക്തിൻ്റെ അടുത്ത്. അത് മിൻ ഹാക്കിമിൻ ഫഗൈരിഹി, ഭരണാധികാരിയുടെയോ മറ്റോ വിശ്വസ്തനായ ഒരാളുടെ കൈവശം വഴിയിലോ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥലത്തോ എവിടെയും സൂക്ഷിക്കാവുന്നതാണ്. കാരണം അല്ല, അമലു, പണിയെടുക്കുക എന്നുള്ളത് വക്കീലിന് ഗൈറുൽ ആസ്മിലോ നിർബന്ധമല്ലല്ലോ. അപ്പോൾ പിന്നെ വലാ തഗ്രീറ മിൻഹു, അവരിൽ നിന്ന് വഞ്ചനയും ചതിയും ഉണ്ടായിട്ടുമില്ല. കാരണം ഇവൻ ഉത്തരവാദിയല്ല, ഇവൻ ഈ പൈസ എപ്പോഴും കൈ വെച്ച് നടക്കാൻ പറ്റുമോ? വിശ്വസ്തനായ ഒരാൾ തേൽപ്പിക്കുകയൊക്കെ വേണ്ടി വരില്ല, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരില്ലേ. ബലിൽ മാലിക്കു, മറിച്ച് ഉടമസ്ഥനാണ്, ഹുവൽ മുഖാത്രോ ബിമാലിഹി, അവൻ്റെ സമ്പത്തിന് വരുന്ന നഷ്ടത്തിന് ഉത്തരവാദിയാക്കപ്പെടുന്നത് അവനാണ് അവൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിൽ മുഖാത്തിർ, അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നഷ്ടം സഹിക്കേണ്ടവൻ, അല്ലാതെ മാലിക്കല്ല. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചു വെച്ചു, ഒരു വിശ്വസ്തനായ ഒരാളടുത്ത് സൂക്ഷിച്ചു വെച്ചു, ഒരാൾ കള്ളം കൊണ്ടുപോയാലേ വക്കീലിന് ഉത്തരവാദിയൊന്നും ആവില്ല. കാരണം അൽ മാലിക്കു ഹുവൽ മുഖാത്തിർ ബിമാലി, ഉടമസ്ഥനാണ് അവൻ്റെ സമ്പത്തിനെ ഈ അപകടത്തിലും അല്ലെങ്കിൽ നഷ്ടത്തിലൊക്കെ പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലൗ ബാഹ, ഇവൻ ഏൽപ്പിച്ച ആ സാധനം വിറ്റാൽ തന്നെ ലം യൽസമുഹു ഷിറാവുൽ ഖിന്നി, അടിമനെ വാങ്ങൽ നിർബന്ധമൊന്നുമില്ലല്ലോ. വലവിസ്തറാഹു, വാങ്ങിയാൽ തന്നെ ലം യൽസമുഹു റദ്ദുഹു, അത് ഉടമസ്ഥന് കൊണ്ടുകൊടുക്കലും മടക്കി കൊണ്ടുകൊടുക്കലും നിർബന്ധമല്ലല്ലോ. മറിച്ച് വല്ലഹു, അവൻ അനുവദനീയമാണ്, ഈദാഹു, അടിമയെ സൂക്ഷിക്കൽ. അടിമ ഉദാഹരണമാണ്. ഇന്ദമൻ ദുക്കറ, മുകളിൽ പറയപ്പെട്ട വ്യക്തികളുടെ കൈവശം, വിശ്വസ്തനായ ഭരണാധികാരിയുടെയോ ഫഗൈരിഹി, മറ്റുള്ളവരുടെയോ. വലവിസ്തറാഹു ലം യൽസംഹു റദ്ദുഹു, വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുന്ന നിർബന്ധമല്ല. വല്ലഹു, മാലിക്കിലേക്ക്, ഉടമസ്ഥനിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നിർബന്ധമല്ല. വല്ലഹു ഈദാഹു, ഇന്ദം ദുക്കറ, മുകളിൽ പറയപ്പെട്ട വ്യക്തിയുടെ അടുത്ത് സൂക്ഷിക്കലും അനുവദനീയമാണ്. ഇനി ഇത് വിറ്റിട്ട് അതിൻ്റെ വില തിരിച്ചു തരണം എന്നറിയിക്കുന്ന കരീനത്തൊന്നും ഇല്ലെങ്കിൽ തിരിച്ചു കൊടുക്കലും നിർബന്ധമല്ല. വലൈസലഹു റദ്ദു സമനി, വില തിരിച്ച് എത്തിക്കലും നിർബന്ധമല്ല.
ഹൈസുല ഖരീനത ഖവിയ്യത്തുൻ, ശക്തമായ തെളിവില്ലാത്തപ്പോൾ, തദുല്ലു അലാ ഖദ്ദിഹി, തിരിച്ചു കൊടുക്കണമെന്ന് അറിയിക്കുന്ന വ്യക്തമായ തെളിവില്ലെങ്കിൽ ആ വിലയും മാലിക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല. കമസ്തദറോ ഷെയ്ഖുന, അതാണ് പറഞ്ഞ് ലാഹിറാണ് എന്ന് ഷെയ്ഖുന പറയുന്നു. ലിയന്നൽ മാലിക്കലം എഴുതം ഫീഹി, മടക്കി കൊടുക്കണം എന്നറിയിക്കുന്ന ഖരീനത്ത് ഉണ്ടാകുമ്പോൾ അത് ചെയ്യണം. ലിയന്നൽ മാലിക് ഉടമസ്ഥൻ്റെ എഴുതൻ ഫീഹി, ആ മടക്കി കൊടുക്കാൻ എന്തായിട്ടില്ല, സമ്മതം കൊടുത്തിട്ടില്ലല്ലോ. ഫൈൻ ഫാല, അപ്പോൾ അങ്ങനെ ചെയ്താൽ ഫൗഹ ഫീ ദമാനിഹി, അത് അവൻ്റെ ഉത്തരവാദിത്വത്തിലാണ്. ഹത്താ യസ്ലി മാലിക്കിഹി, ഉടമസ്ഥനിലേക്ക് എത്തുന്നത് വരെ അത് അവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു സാധനം വിറ്റ് ഒരടിമനെ വാങ്ങാൻ പറഞ്ഞിടത്ത് അടിമനെ ആ വില തന്നെ തിരിച്ചു നൽകണം, വേറെ ആരടുത്തും സൂക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ സൂക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളത്. വലൈസലോ റദ്ദുസ്തമനി ഹൈസല കരീനത്ത, പ്രത്യേകമായ തെളിവില്ലാത്ത സമയത്ത് വില ആർക്ക് തിരിച്ചു കൊടുക്കേണ്ടതില്ല, മോക്കിലേക്ക് തിരിച്ചു കൊടുക്കേണ്ട. കാരണം മോക്കിലിനെ ഏൽപ്പിച്ചിട്ടില്ല. ലിയന്നൽ മാലിക്കലും എഴുതാൻ ഫീ, തിരിച്ചു കൊടുക്കാൻ മാലിക്ക് സമ്മതം കൊടുത്തിട്ടില്ല. അങ്ങനെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പൈസ വാങ്ങാൻ ഏൽപ്പിച്ച ഇപ്പോൾ വിറ്റതിൻ്റെ പേരിൽ കിട്ടിയ പൈസ ഉണ്ടല്ലോ, തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അത് അവൻ്റെ ഉത്തരവാദിത്വത്തിലാണ്ടാകുക മാലിക്കിലേക്ക് എത്തിച്ചേരുന്നത് വരെയെന്ന്. അതല്ലെങ്കിൽ തിരിച്ചേൽപ്പിക്കണം അതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിൽ അവനെന്ത് ചെയ്യുക, പൈസ മറ്റൊരാളടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം പൈസ തിരിച്ചേൽപ്പിക്കുക എന്നുള്ള നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. തിരിച്ചേൽപ്പിക്കണം എന്നറിയിക്കുന്ന ഖരീനത്ത് ഇല്ലാത്ത സന്ദർഭത്തിൽ, ഹൈസല ഖരീനത്ത ഖവിയ്യതൻ, ശക്തമായ തെളിവില്ലാത്തപ്പോൾ, അടയാളമില്ലാത്തപ്പോൾ തിരിച്ചേൽപ്പിക്കണമെന്ന്, അങ്ങനെ ആകുമ്പോൾ തിരിച്ചേൽപ്പിക്കണം. അത് തിരിച്ചേൽപ്പിക്കാൻ നിർബന്ധമല്ല. അറിയാൻ ലിയന്നു മാലിക്കലം എഴുതും ഫീ, തിരിച്ചേൽപ്പിക്കാൻ സമ്മതം കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അവൻ അവിടെ തന്നെ വെച്ചാൽ മതിയല്ല പൈസ, അല്ലെങ്കിൽ വേറെ അടുത്ത് സൂക്ഷിക്കാം. അങ്ങനെ തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ മാലിക്കിലേക്ക് എത്തിച്ചേരുന്നത് വരെ അതിന് ഉത്തരവാദിത്വം അവൻ ഏറ്റെടുക്കുന്നതാണ്. ഞാനർത്ഥം വെക്കാം. വലവി തസറഫ വക്കീലുൻ ഔ ആമിലുൻ, വക്കീലോ ആമിലോ കൈകാര്യം നടത്തി ബാദൻ ഇസാരിഹി, തന്നെ ജോലിയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ജാഹിലൻ തന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് അറിയാതെ, ഫീ ഐനി മാലി മോക്കിൽ നേൽപ്പിച്ച അതേ സ്വത്തിൽ തന്നെ കൈകാര്യം നടത്തിയാൽ ബാത്തിലാകും. മുതമിനഹ, അതിനവൻ ഉത്തരവാദിയാകും. ഇൻ സല്ലമഹ, താൻ കൈകാര്യം ചെയ്ത വ്യക്തിക്ക്, താൻ ഇടപാട് നടത്തിയ വ്യക്തിക്ക് അതിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആണെങ്കിൽ ഉത്തരവാദിത്തത്തിലുള്ള പൈസ എടുത്തിട്ടാണ് പണിയെടുത്തതെങ്കിൽ ഇൻ അഖദലഹു, അത് വക്കീലിന് വേണ്ടിയാണ്, ഇപ്പോൾ വക്കീലല്ലല്ലോ, അവന് വേണ്ടിയാണ് ആ ഇടപാട് ശരിയാവുക. ഫുറൂൻ, ഇത് ഒരുപാട് ഉപകാര്യങ്ങളാണ്. ലോ ഖാലി മദീനി, ഒരാൾ തന്നെ കടക്കാനോട് പറഞ്ഞു, ഇസ്തരീലി അബുദം ബിമാ ഫീ ദിമ്മതിക, എൻ്റെ ഉത്തരവാദിത്തത്തിൽ എനിക്ക് കുറച്ച് പൈസ തരാനുണ്ടല്ലോ, അതിന് കൊണ്ട് ഒരു അടിമനെ വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താൽ മോക്കിലിന് വേണ്ടിയാകും ആ ഇടപാട്, കടക്കാരൻ ഒഴിവാകും. ബരി അൽ മദീനു വൈൻ തരിഫ, ഇഞ്ഞത് നശിച്ചാൽ പോലും അലലവചഹി. ഒരു കടക്കാരനോട് പറഞ്ഞു, അംഫിഖൽ യതീമിനി ഫുനാനിയിൻ കുല്ല യൗമിൻ ദിർഹമൻ, ഇന്നാലിൻ്റെ യതീമിന് ഓരോ ദിവസവും ഓരോ ദിർഹം നീ ചെലവഴിക്കുക. മിൻ ദൈനില്ലതി ആലയിക്ക, നീ എനിക്ക് തരാനുള്ള പൈസയില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഫഅല സഹ വബരി, കടത്തുനിന്ന് ഒഴിവാകും. അലാമാ ഖാലുഹു ബഅദുഹും വയുവാഫിഖുഹു ഖൗലുൽ ഖാദി, ഇതിനോട് യോജിക്കുന്നുണ്ട് ഇമാം ഖാദി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞത്? ലൗ അമറ മദീനഹു അൻ യസ്തീര ലഹു ബിദൈനിഹി തഅമൻ, കടക്കാരനോട് തനിക്ക് തരാനുള്ള പൈസ കൊണ്ട് കുറച്ച് ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഏൽപ്പിച്ചു. അങ്ങനെ ചെയ്തു. വഖഅദ് സമനു, ദഫഅ സമന, വില കൊടുക്കുകയും ചെയ്താൽ, വഖബദ താമ, ഭക്ഷണം വാങ്ങി, ഫതരിഫ ഫി യദിഹി, അവൻ്റെ കയ്യിൽ നശിക്കുകയും ചെയ്താൽ ബരി അമിനദ്ദീനി, കടത്തുന്ന ഉത്തരവാദിയാവെന്ന് പറഞ്ഞിട്ടുണ്ട്. വലോ ഖാലി വക്കീലിഹി, ഒരാൾ തൻ്റെ വക്കീലിനോട് പറഞ്ഞു, ബി ഹാദിഹി, ഈ ഒരു സാധനം കൊണ്ടുപോയി ഇന്ന് വിൽക്ക്, ബി ബലദിക്കഥ, ഇന്ന നാട്ടിൽ, എന്നിട്ട് വസ്തരിലി ബി സമനിഹ കന്നൻ, അതിൻ്റെ വില കൊണ്ട് നീ ഒരു അടിമനെ വാങ്ങുമെന്ന് പറഞ്ഞു. രണ്ട് കാര്യം ഏൽപ്പിച്ചു. അങ്ങനെ ആകുമ്പോൾ ഈ അടിമൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും? ആ സാധനം എന്ത് ചെയ്യും? ഇപ്പോൾ വിൽക്കാൻ ഏൽപ്പിച്ച സാധനം വഴിയിൽ സൂക്ഷിക്കാം,
അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് സൂക്ഷിക്കാം. പക്ഷെ ആരെടുത്തായിരിക്കണം? എന്താ അമീന് വിശ്വസ്തൻ്റെ അടുത്തായിരിക്കണം. അതാരും ആകാം, മിൻ ഹാക്കിം ഭരണാധികാരിയോ വൈരിഹി, അല്ലെങ്കിൽ ഭരണാധികാരി അല്ലാത്തവരൊക്കെ വൈരിഹി. ഇതിൽ അമല് വൈറൽ ലാസിമില്ലഹു, ഈ വാങ്ങലും വിൽക്കലൊന്നും വക്കീലിന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഒലാ തഗ്രീറ മിൻഹു, അതിൽ നിന്ന് അവനെന്താക്കുന്നില്ല, വക്കീലിനെ വഞ്ചന ഉണ്ടാക്കുന്നുമില്ല. ബലിൽ മാലിക്കു, മറിച്ച് ഉടമസ്ഥനാണ് ഹുൽ മുഖാത്തിറു മാലിഹി, തൻ്റെ സമ്പത്തിനെ അപകടപ്പെടുത്തിയത്. അങ്ങനത്തെ ആൾക്കാരെ ഏൽപ്പിച്ചാൽ പോരെ. അപ്പോൾ അങ്ങനെയൊക്കെ ഏൽപ്പിക്കുമ്പം അതിന് വരുന്ന നഷ്ടം അവനാണ് സഹിക്കേണ്ടതെന്നർത്ഥം. ഒമിൻ സമ, അതുകൊണ്ട് തന്നെ ലൗ ബാഹ, വിറ്റാൽ മിൽസമുഹു ഷറാഹു, പിന്നെ അടിമനെ വാങ്ങൽ നിർബന്ധമൊന്നുമില്ല. വല വിസ്തറ, വാങ്ങിയാൽ തന്നെ മിൽസമുഹു റദ്ദുഹു, അതിനെ ഏൽപ്പിച്ച ആ മോക്കിലേക്ക് തിരിച്ചേൽപ്പിക്കൽ നിർബന്ധമില്ല. അവ വന്ന് വാങ്ങിക്കോട്ടെ. ബല്ലഹു ഈദാഹു ഇന്ത മന്ദുക്കറ, അവന് പറയപ്പെട്ട വ്യക്തിൻ്റെ അടുത്ത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. വലൈസലഹു റദ്ദു സമനി, എന്നാൽ ഈ വില തിരിച്ചു കൊടുക്കൽ നിർബന്ധമല്ല. ഹൈസുല കരീനത്ത കവിയത്തൻ തദുല്ലു അല, തിരിച്ചേൽപ്പിക്കണം എന്ന് അറിയിക്കുന്ന നല്ല ശക്തമായ തെളിവ് അഥവാ അടയാളം ഇല്ലാത്ത കാലത്തോളം പൈസ തിരിച്ചെടുക്കൽ നിർബന്ധമൊന്നുമില്ല. അവനെ അവിടെ വെക്കാം, മറിച്ച് അതും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ലിയാൻ മാലിക്കൽ മേദം ഫീഹി, തിരിച്ചേൽപ്പിക്കണമെന്ന് സമ്മതം കൊടുത്തിട്ടില്ലല്ലോ ഉടമസ്ഥൻ. ഫൈം ഫാല, അവൻ തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഫോഫി ലമാനി, അത് അവൻ്റെ ഉത്തരവാദിത്തരായിരിക്കും. ഹത്തായസിലെ മാലിക് ഉടമസ്ഥൻ്റെ ലേക്ക് എത്തുന്നവരെ. വിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ വിൽക്കുക, അത് വാങ്ങിയ പൈസ തിരിച്ചു കൊടുപ്പിക്കുക എന്നുള്ളത് അവൻ പറഞ്ഞാലേ നിർബന്ധമുള്ളൂ എന്നർത്ഥം. അല്ലെങ്കിൽ അവന് വന്ന് വാങ്ങണം. ഓക്കെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.